പെട്ടെന്ന് ഹൃദയം പോലൊരു സിനിമ വന്നപ്പോൾ ഞാൻ തമിഴ് പഠിച്ചത് നന്നായി. പലരും വിചാരിച്ചിട്ടുണ്ട്. ഞാൻ തമിഴനാണെന്നല്ലേ. നമ്മൾ ജഗദമ്മ അഭിനയിക്കുമ്പോൾ അതിനകത്ത് ഫുൾ ട്രിവാൻഡ്രം സ്ലാങ് ആണ്, തിരുവനന്തപുരം സ്ലാങ് ആണ്. വിനീതേട്ടന്റെ ചെന്നൈ പാസം പോലെ നമ്മളിപ്പോ അടുത്ത അടുത്ത ജനറേഷനിലെ ചെന്നൈ പാസം. അല്ല, ഞാൻ ജനിച്ചു വളർന്നത് ആലപ്പുഴയിലാണ്. ഞാൻ ആലപ്പുഴക്കാരനാണ്. കഴിഞ്ഞൊരു 10-12 കൊല്ലമായിട്ട് ചെന്നൈയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെന്നൈയിൽ സെറ്റിൽഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളെന്ന രീതിയിൽ നമ്മൾ തമിഴുമൊക്കെ പഠിച്ചു. തമിഴ് നല്ലപോലെ സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഹൃദയം എന്ന് പറയുന്ന സിനിമ വരുന്നതും. അപ്പോൾ അന്ന് അവിടെ ആദ്യം ചെന്നൈയിൽ പോകുമ്പോൾ നമ്മൾ മലയാളം കലർന്ന ഒരു തമിഴിലൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് നമ്മൾ കുറച്ച് തമിഴൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഹൃദയം പോലൊരു സിനിമ വന്നപ്പോൾ ഞാൻ തമിഴ് പഠിച്ചത് നന്നായി എന്ന് തോന്നി. കാരണം സെൽവ ചെയ്യുമ്പോൾ തമിഴനാണ് എന്ന് തോന്നിക്കണമല്ലോ. അപ്പം ആ രീതി പലരും വിചാരിച്ചിട്ടുണ്ട് ഞാൻ തമിഴനാണെന്നല്ലേ. ഇതാണ് എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ശരിക്കും ഒരു തമിഴ് ആള്. എന്നിട്ട് നമ്മൾ ജഗദമ്മ അഭിനയിക്കുമ്പോൾ അതിനകത്ത് ഫുൾ ട്രിവാൻഡ്രം സ്ലാങ് ആണ്, തിരുവനന്തപുരം സ്ലാങ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, പലതരത്തിലുള്ള സ്ലാങ് പിടിക്കുക, അതൊക്കെയാണല്ലോ നമ്മുടെ ആഗ്രഹം. നമ്മൾ തിയേറ്റർ ആർട്ടിസ്റ്റായിട്ട് ഇരുന്നപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇതിൻ്റെ കഥ തുടങ്ങുന്നത് കേരളത്തിലാണെങ്കിലും ഭൂരിഭാഗം കഥ നടക്കുന്നതും ചെന്നൈയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചെന്നൈയിൽ ഷൂട്ട് ചെയ്തതും. കുറേ തമിഴ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്, തമിഴ് ആക്ടേഴ്സ് കുറേ പേരുണ്ട്. ഇപ്പോൾ രമേശ് തിലക്കിനെ പോലെ, തലൈവാസൽ വിജയ്, പിന്നെ TSR സാറ്, കുംകി അശ്വിൻ, അങ്ങനെ കുറേ അധികം തമിഴ് ആർട്ടിസ്റ്റുകളും ഇതിനകത്തുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, അതുകൊണ്ട് തന്നെ നമുക്ക് ചെന്നൈയിൽ നടക്കുന്ന കഥയായതുകൊണ്ട് ചെന്നൈ ഷൂട്ട് ചെയ്തതെന്നേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ചെന്നൈ പാസം കൊണ്ട് ചെന്നൈ ഷൂട്ട് ചെയ്തതല്ല.